നമസ്കാരം. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കാരണം 2021 ഓഗസ്റ്റിൽ ഇവിടെ നിന്നും ചികിത്സ പൂർത്തിയാക്കി പോയ ശ്രീ അഭിലാഷും ആരതിയും ഇന്ന് നമ്മളോടൊപ്പം വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷം ഞങ്ങളുടെയും സന്തോഷമാണ്. ആ ആനന്ദം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അഭിലാഷ് നിങ്ങളോടതേപ്പറ്റി വിവരിക്കുന്നതായിരിക്കും. സർ, ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ വലിയൊരു നന്ദി അറിയിക്കണം. വിവാഹശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ വരുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുകയും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ട് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ ചെയ്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുകയും എന്നാൽ ചികിത്സയെപ്പറ്റിയും മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു അറിവിൽ ആണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കൂടുതൽ അറിയുകയും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഒരേ കുടക്കീഴിൽ ഒരു റൂഫിൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റേതായ നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതുകൊണ്ട് നമ്മളിവിടെ വിശ്വസിച്ച് വരികയായിരുന്നു. ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഉണ്ട്. നമ്മളന്ന് ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് പോകുമ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ പറ്റി എന്നല്ലാതെ അതിനപ്പുറം നമ്മൾ ചിന്തിച്ചിരുന്നില്ല. കാരണം ഇവിടുന്ന് നൽകിയ ഒരുപാട് ഉപദേശങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. അതൊരുപാട് നമുക്ക് ഉപകാരം ചെയ്തു ജീവിതത്തിൽ. അതിനുശേഷമാണ് ആ മാസം തന്നെ വൈഫ് കൺസീവ് ആകുന്നതും. അതിനുശേഷം നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പിന്നെ തുടർച്ചയായി അങ്ങോട്ടേക്ക് സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജീവിതത്തിൽ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വലിയൊരു എന്താ പറയാന്നറിയില്ല, അത്രയും ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്തവർ ഒരുപാട് പേര് ഇതുപോലെ എന്താണെന്ന് അറിയാതെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മൾക്കും ഇതുപോലെ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെയാണ് അറിവുകൾ കിട്ടിയത്. അതുപോലെ എല്ലാവരും ഇത് അറിഞ്ഞ് വരികയാണെങ്കിൽ ഇന്ന് അവർക്കും ഒരു നല്ലൊരു ജീവിതം മുന്നോട്ടേക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിവിടെ വരികയും ഷെയർ ചെയ്യുകയും ഒരുപാട് കാലമായി ഇതിന് ശേഷവും വന്നിട്ട് എല്ലാവരെയും കാണണമെന്നും ഉണ്ട്. നമ്മൾക്ക് അത്രയും മനസ്സിൽ നമ്മൾ കാണുന്നതാണ് സിമി മാം, പ്രമോദ് സാറ്, എല്ലാവരും. ജീവിതത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ കിട്ടിയ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇന്നും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപാട് നന്ദി സാർ. ആരതി പറയൂ, അനുഭവങ്ങൾ പറയൂ. എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയില്ല. ഇവിടെ വന്ന് ഞാൻ 2021 ഞാനിവിടെ വരുന്നത്. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ വളരെ ഭയങ്കര എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത്രയും വിഷമത്തിൽ നിന്ന് ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അന്ന് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ വരുന്നത്. എല്ലാവരെയും കാണാനും ഒന്നുകൂടി ഇതൊക്കെ എന്താ പറയുക, എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സ്ഥലത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അത് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പമാണ്. അത് ഏറ്റവും അധികം സന്തോഷമുണ്ട്. അന്നിവിടെ വന്ന് പോയതിന് ശേഷം എനിക്ക് ഞങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിലും എന്താ പറയുക, അവിടെ വന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടി എല്ലാം കാണണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിവിടെ വന്നത്. അതിപ്പം വീഡിയോ ചെയ്യുമ്പം ഞങ്ങളെപ്പോലെ ഇപ്പോഴും ഇതേപോലെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും ഒന്നും കൂടി എന്താ പറയുക, ഇവിടേക്ക് വരാനും ഇതൊക്കെ എന്താ പറയുക, അവരുടെ വിഷമങ്ങൾ മാറാനും അവർക്കും ഒരു സൊല്യൂഷൻ ഞങ്ങളെപ്പോലെ ഉണ്ടാവട്ടെ. അത് അവർക്കും കുറച്ചുകൂടി ഒന്ന് വിശ്വസിക്കാനൊരു ഇതാവുമല്ലോ. ഞാനും ഇവിടെ വന്നത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ നമ്മളെപ്പോലെ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന കപ്പിൾസിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങളും ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഒരു എന്താ പറയുക, ഒരു ടേണിങ് പോയിന്റ് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വരാൻ പറ്റിയല്ലോ.
അത് ഞങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ വരാൻ പറ്റിയാലും എല്ലാവരും ഒന്നും കൂടി കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞിന് എത്ര വയസ്സായി? കുഞ്ഞിനിപ്പോൾ 3.5 വയസ്സാകുന്നു. ഹലോ, ഒരു ഹലോ പറ. ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു സിറ്റുവേഷനാണിത്. ഞങ്ങൾ ഒരു കുഞ്ഞ് അങ്ങനെയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിനോടും ഡോക്ടർ പ്രമോദ് സാറിനോടാണെങ്കിലും സിനി സിസ്റ്ററിനോടാണെങ്കിലും എല്ലാവരോടും ഞങ്ങളുടെ ആ ഒരു നന്ദി എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അപ്പോൾ ഒന്നും കൂടി ഇവിടെ വരാനും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഈ അവരുടെ അനുഭവങ്ങൾ യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് രണ്ടുപേരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 2021 ഓഗസ്റ്റിൽ ഇവരിവിടെ എത്തുമ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടാൻ കഴിയാത്ത, ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിന് പ്രധാന കാരണം ആരതിയുടെ ഭയം നിമിത്തം ഉണ്ടാകുന്ന യോനി സങ്കോചം, വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു. അത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ചികിത്സ എടുത്തെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അതിനുശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി അഡ്മിറ്റ് ചെയ്ത് 11-ാം ദിവസമായപ്പോഴേക്കും ചികിത്സ പൂർത്തീകരിച്ചു. അവർക്ക് ശരിയായ രൂപത്തിലുള്ള തൃപ്തികരമായ ബന്ധത്തിൽ ഇടപെടാൻ കഴിഞ്ഞു. അങ്ങനെ ഏകദേശം 13-ാം ദിവസമോ 14-ാം ദിവസമാണ് അവരെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. നാട്ടിലെത്തി അധികം താമസിയാതെ തന്നെ ആരതി ഗർഭിണിയായി. ഒരു കുഞ്ഞിനിപ്പോൾ 3 വയസ്സായിരിക്കുന്നു. ആ കുട്ടിയെ കൊണ്ട് ആണ് ഇന്ന് നമ്മളെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾക്കും ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരു ദുരന്തത്തിൽ നിന്ന് അവർ കരകയറി ഒരു കുഞ്ഞായി ജീവിതം സന്തോഷത്തോടെ നീങ്ങുന്നു എന്നറിയുന്നതിൽ അതൊരു വലിയ ചാരിതാർത്ഥ്യമാണ്. ആ അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതേപോലെ വിവാഹശേഷം ബന്ധപ്പെടാൻ കഴിയാതെ ഭയം അനുഭവിക്കുന്ന, വെജൈനിസ്മസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. അതൊക്കെ തന്നെ ചികിത്സയിലൂടെ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റും. ദമ്പതികൾ രണ്ടുപേരും ഒരുപോലെ അതവർക്ക് മാറ്റിയെടുക്കണമെന്നും അത് ചികിത്സിച്ച് പൂർത്തീകരിക്കണം, ചികിത്സയിലൂടെ മാറ്റണം, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചികിത്സയ്ക്ക് പൂർണ്ണമായും സഹകരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നിശ്ശേഷം മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും പ്രധാനം അവരുടെ സഹകരണവും അത് ചികിത്സിച്ച് മാറ്റണം എന്നുള്ള ആഗ്രഹവുമാണ്. അതില്ലെങ്കിൽ ചികിത്സ വിജയിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഘടകം. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരമുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.